നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്ത. ബിവറേജസ് കോർപ്പറേഷന്റെ ആയൂരിലെ ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയവരും ജീവനക്കാരും ഏറ്റുമുട്ടി. 3 ജീവനക്കാർക്ക് പരിക്ക്. ബിയർ കുപ്പി കൊണ്ട് കഴുത്തിന് കുത്തേറ്റ ജീവനക്കാരൻ ഗുരുതരാവസ്ഥയിൽ. കൊട്ടാരക്കരയിൽ CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ RSSുകാർക്കെതിരായ പോലീസ് നടപടി ദുർബലമെന്ന CPM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ. RSSന്റെ ആക്രമണം ആസൂത്രിതമെന്നും കെ രാജഗോപാൽ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ ലോകം പെസഹ ആചരിച്ചു. സ്കൂട്ടറിൽ ലോറി ഇടിച്ച് അഞ്ചൽ വട്ടമൺ സ്വദേശി കൊല്ലപ്പെട്ടു. ഇടിച്ചിട്ട ലോറി നിർത്താതെ പോയി. വാർത്തകൾ വിശദമായി. ബിവറേജസ് കോർപ്പറേഷന്റെ ആയൂരിലെ ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയവരും ജീവനക്കാരും ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 3 ജീവനക്കാർക്ക് പരിക്കേറ്റു. ബിയർ കുപ്പി കൊണ്ട് കഴുത്തിന് കുത്തേറ്റ ജീവനക്കാരൻ ഗുരുതരാവസ്ഥയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ഇളമാട് സ്വദേശിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ബിവറേജസ് കോർപ്പറേഷന്റെ ആയൂർ ഔട്ട്ലെറ്റിലെ ജീവനക്കാരായ സന്തോഷ്, രഞ്ജിത്ത്, വിജയകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബിയർ കുപ്പി കൊണ്ട് കഴുത്തിൽ കുത്തേറ്റ രഞ്ജിത്തിനെ ഗുരുതരാവസ്ഥയിൽ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കു കുത്തേറ്റ സന്തോഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ മദ്യം വാങ്ങാനെത്തിയ ഇളമാട് സ്വദേശി നവാസിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യം വാങ്ങാൻ വരി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ജീവനക്കാരും മദ്യം വാങ്ങാനെത്തിയവരും തമ്മിലുള്ള സംഘർഷത്തിനിടയാക്കിയത്. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. വരി നിൽക്കുന്നതിലെ തർക്കം മൂർച്ഛിച്ചതിനെ തുടർന്ന് പുറത്തുനിന്നുള്ളവർ ജീവനക്കാരെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ബില്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലവിലെ വാളം ഷോപ്പ് അവധിയതിനു ശേഷം ഭയങ്കര തിരക്കായിരുന്നു. വലിയ തിരക്കായിരുന്നു. ആ സമയത്ത് ഈ ഫ്രണ്ടിൽ കൂടെ ആൾക്കാർ കയറിയതാണ്, ക്യൂ ഇല്ലാതെ. അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അവർ കേട്ടില്ല. അവരെ മാറ്റി നിർത്തി. വീണ്ടും തള്ളിക്കയറി വന്നു. പിന്നെ അത് കൊടുക്കാൻ ഭീഷണിപ്പെടുത്തി പുറത്തിറങ്ങി വന്ന് പിന്നെ അടിക്കും വെട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നമായി. നമ്മളിങ്ങനെ ഇവിടെ നിന്നപ്പം അവർ ഈ ഡോറ് ചവിട്ടി തുറന്നുകൊണ്ടാണ് ഇതിനകത്ത് കയറി. പിന്നെ ബിയർ കുപ്പി എടുത്ത് ഷോപ്പ് ഇൻചാർജിൻ്റെ തലയ്ക്ക് അടിക്കുകയും തല പൊട്ടുകയും കൂടെ നിന്ന് ഷോപ്പ് അസിസ്റ്റൻ്റ് രഞ്ജിത്തിൻ്റെ കഴുത്തിന് ആ ഒരു പിടിയുടെ വെച്ച് കുത്തിയാണ് വെച്ചത്. രഞ്ജിത്ത് വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിലും ഓപ്പറേഷൻ കഴിഞ്ഞു. ഷോപ്പ് ഇൻചാർജ് സന്തോഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സയാണ്. 4 പേരോളം ഉണ്ടായിരുന്നു. അതിലെ ഒരാളെയാണ് അവർ അറസ്റ്റ് ചെയ്തേക്കുന്നത്. മദ്യം വാങ്ങാനെത്തുന്നവരും ജീവനക്കാരും തമ്മിലുള്ള സംഘർഷവും വഴക്കും ഇവിടെ പതിവാണ്. ചൊവ്വാഴ്ച വൈകിട്ടും ഇത്തരത്തിലുള്ള വാക്കേറ്റം സംഘർഷത്തിന്റെ വക്കോളം എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവാവ് വീടിന് സമീപം ലോറി ഇടിച്ചു മരിച്ചു. അഞ്ചൽ വട്ടമൺ സ്വദേശി രാജീവാണ് മരിച്ചത്. യുവാവിനെ ഇടിച്ചിട്ട ശേഷം ലോറി നിർത്താതെ പോയി. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നു. അഞ്ചൽ പുതുവൽ പുത്തൻ വീട്ടിൽ 35-കാരനായ രാജീവാണ് വീടിന് സമീപത്ത് ലോറി ഇടിച്ച് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. അഞ്ചൽ ആയൂർ പാതയിൽ വട്ടമൺ പാലത്തിന് സമീപത്തായിരുന്നു അപകടം. വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്ന യുവാവിനെ ഇടിച്ചിട്ട ലോറി നിർത്താതെ ഓടിച്ചുപോയി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് അപകട സ്ഥലത്ത് തന്നെ മരിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇത് സംബന്ധിച്ച് അഞ്ചൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ലേഖയാണ് രാജീവിന്റെ ഭാര്യ. അതേസമയം യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കാറ്റും മഴയും നാശം വിതച്ച തലവൂർ വിളക്കുടി പഞ്ചായത്തുകൾ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷും മുൻ MP ചെങ്ങറ സുരേന്ദ്രനും സന്ദർശിച്ചു. ദുരന്തം നേരിട്ടവർക്ക് സഹായമെത്തിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. വേനൽ മഴയ്ക്കൊപ്പം അതിശക്തമായി വീശിയടിച്ച കാറ്റിൽ തലവൂർ വിളക്കുടി പഞ്ചായത്തുകളിലെ നിരവധി വീടുകളും കൃഷിയിടങ്ങളുമാണ് നശിച്ചത്. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷും മുൻ MP ചെങ്ങറ സുരേന്ദ്രനും പ്രദേശങ്ങൾ സന്ദർശിച്ചു. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലായി തകർന്നത് ഏറെയും നിർധനരുടെ വീടുകളും കൃഷിയിടങ്ങളുമാണ്. 38 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുന്നതിനും കൃഷിനാശം സംഭവിച്ചവർക്ക് മതിയായ ധനസഹായം നൽകുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥരോട് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് വിളക്കുടിയിൽ പറഞ്ഞു. ഇവിടെ വളരെ വ്യാപകമായ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മിക്കവാറും എല്ലാ വീടുകൾക്കും ഗുരുതരമായ ഡാമേജ് അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. വീട്ടിനകത്ത് താമസിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് പല വീടുകളിലുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി കളക്ടറോട് ഞാൻ സംസാരിച്ചു, ADM-നോട് സംസാരിച്ചു, തഹസിൽദാരോട് സംസാരിച്ചു. അടിയന്തരമായി ഇവർക്ക് സഹായം കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശദമായി ഉണ്ടായ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി
ഗവൺമെന്റിൽ കൊടുത്ത് ഗവൺമെന്റിന്റെ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ആവശ്യമായ സാമ്പത്തിക സഹായം അനുവദിക്കണം എന്ന കാര്യം കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമായിട്ട് സംസാരിച്ച് ഇവർക്ക് അർഹമായ നാശനഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. പ്രകൃതിക്ഷോഭം മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ചെങ്ങറ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ വീടുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ മറ്റ് വീടുകളെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു വീട്ടിൽ പോലും നമുക്ക് വാസയോഗ്യമായി താമസിക്കാൻ കഴിയുന്നില്ല. ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം. പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ മെഷീനറി എങ്ങനെയാണത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് ഇവയെല്ലാം സംയുക്തമായി ചെലവഴിച്ചുകൊണ്ട് ഈ വീടുകളെല്ലാം അടിയന്തരമായി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വീടുകളും കൃഷിയിടങ്ങളും നശിച്ചവർക്ക് സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഏർപ്പെടുത്തണം. വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണമെന്നും ചെങ്ങറ ആവശ്യപ്പെട്ടു. ആവശ്യമായ വീടുകൾ വെച്ച് കൊടുക്കുന്നതുവരെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ, സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കണം. അടിയന്തരമായ സാമ്പത്തിക സഹായം അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ കുറേ വീടുകളിൽ മറ്റ് കടകളിൽ നിന്ന് കടമായി ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ വാങ്ങി താൽക്കാലികമായി താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊട്ടാരക്കരയിൽ സിപിഎം പ്രവർത്തകനെ കൊലപ്പെടുത്തിയ ആർഎസ്എസുകാർക്കെതിരായ പോലീസ് നടപടി ദുർബലമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആക്രമണം ആസൂത്രിതമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രതികളെ പിടിച്ചു എന്ന് പറയുന്നത് പോലീസ് അതിന്റെ സാമർഥ്യം കൊണ്ടല്ല. അവിടെ നാട്ടുകാരപ്പം തന്നെ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ ആരാരൊക്കെയാണെന്നുള്ള കാര്യം വ്യക്തമായി ചുറ്റും ഓടിക്കൂടിയ സ്ത്രീകളടക്കം ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ള ഓരോരുത്തരും പ്രതികളെ സംബന്ധിച്ച് വ്യക്തമായ വിവരം പോലീസിന് കൊടുക്കുകയും അതിലൊരു പ്രതി ആശുപത്രിയിൽ പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയി അത് വെരിഫൈ ചെയ്ത് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി പോലീസിനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതാണ്. അവർക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാനേ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ അനാസ്ഥ മാത്രമല്ല, കുറ്റകരമായ അനാസ്ഥ ഇതിനൊരു പ്രധാന കാരണമാണ്. ഏതാണ്ട് 1 വർഷം മുമ്പ് ഉണ്ടായ 2 കേസുകളുടെ തുടർച്ചയാണ് ഈ സംഭവം. ആ സംഭവത്തിലെല്ലാം പ്രതികളായി ചേർക്കപ്പെട്ട് കേസ് തന്നെ നിലനിൽക്കുന്നതാണ് ഈ RSS പ്രതികളെല്ലാം തന്നെ. ഇപ്പൊ കേസിൽ ഉൾപ്പെട്ടവരും അകത്തായവരും ഉൾപ്പെടെ പഴയ 2 കേസുകളിൽ ഇതുപോലെ തന്നെ അന്ന് കൊലപാതകം നടന്നില്ലെന്നേ ഉള്ളൂ. ഒരു പയ്യനെ ആക്രമിച്ച് അവനിപ്പോ കഷ്ടിച്ച് നടക്കുന്ന സ്ഥിതിയിലാണ്. RSS ആക്രമണം ആസൂത്രിതമാണെന്നും കൊലപാതകത്തെയും ആക്രമണത്തെയും തള്ളിപ്പറയാൻ RSS തയ്യാറാകാത്തതിലൂടെ RSSന്റെ പ്രാകൃത മുഖമാണ് വെളിവാകുന്നതെന്നും കെ രാജഗോപാൽ പറഞ്ഞു. ശ്രീരാജിന്റെ കൊലപാതകം അതൊരു ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ്. ഡിവൈഎഫ്ഐയുടെ ഒട്ടേറെ പ്രവർത്തകർക്കെതിരായി ഇതുപോലെയുള്ള ആക്രമണങ്ങളുണ്ടായി. ഉണ്ടായ ഓരോ പ്രശ്നവും പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളാണ് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഇതിന് പരസ്പര ബന്ധമുണ്ട്. ഇതിനെല്ലാം ഒരു ആസൂത്രിതമായ സ്വഭാവമുണ്ട്. ഇത്തരം സംഭവങ്ങൾ നിരുത്സാഹപ്പെടുത്താനും അത്തരം സംഭവങ്ങൾ അവർക്ക് ഉത്തരവാദിത്വമില്ലാത്തതാണെങ്കിൽ ഉത്തരവാദിത്വം അവര് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരി ഇത്തരം പ്രശ്നങ്ങളെ അപലപിക്കുകയും വേണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പെൻഷൻ ലഭിക്കാതെ ദുരിതത്തിലായ ക്ഷീര കർഷകർ സമരത്തിനൊരുങ്ങുന്നു. ചിതറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ കർഷകർക്കാണ് വർഷങ്ങളായി പെൻഷൻ ലഭിക്കാത്തത്. ക്ഷീരസംഘം അധികൃതരുടെ അനാസ്ഥയാണ് കാരണമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. 2008 ഇവർക്ക് പെൻഷൻ അനുവദിച്ചത്. 2010 ആയപ്പോഴേക്കും പെൻഷൻ വിതരണം നിലച്ചു. സംഭവത്തെക്കുറിച്ച് കർഷകർ നടത്തിയ അന്വേഷണത്തിൽ ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കുവാനുള്ള അംശാദായം മുടങ്ങിയതാണ് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ അംശാദായം കർഷകരിൽ നിന്നും കൃത്യമായി സംഘം പിരിച്ചെടുത്തിരുന്നു. ഈ തുക വകമാറ്റി ചെലവഴിച്ചതായും കർഷകർ പറയുന്നു. 3/4 ലക്ഷത്തോളം രൂപ കുടിശ്ശികയുള്ളത് അടച്ചു തീർത്താൽ മാത്രമേ പെൻഷൻ വിതരണം പുനരാരംഭിക്കൂ എന്നാണ് ക്ഷേമനിധി ബോർഡിന്റെ നിലപാട്. ക്ഷീരസംഘത്തിൽ നടക്കുന്ന തിരിമറികൾ അന്വേഷിക്കണമെന്നും മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കർഷകർക്ക് ഉടൻ നൽകണമെന്നും ആവശ്യപ്പെട്ട് കർഷകരുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ചിതറ എസ് പ്രദീപ് കുമാർ പറഞ്ഞു. കർഷകർക്കുള്ള അംശാദായം അടയ്ക്കാത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ചിതറ ക്ഷീര സംഘം ബോധപൂർവം അംശാദായം അടയ്ക്കാത്തത് കൊണ്ടാണ് കർഷകർക്ക് പെൻഷൻ കൊടുക്കുവാൻ കഴിയാത്തത് എന്ന് ഓഫീസുകളുമായി ബന്ധപ്പെട്ടപ്പോൾ രേഖാമൂലം തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
അംശാദായം എത്രയും പെട്ടെന്ന് ബാങ്കിനെ കൊണ്ട് അടപ്പിക്കുന്നതിനും കർഷകർക്ക് അവകാശപ്പെട്ട പെൻഷൻ എത്രയും വേഗം ലഭിക്കുന്നതിനും ആവശ്യമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ ലോകം പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക കുർബാനയും പ്രാർത്ഥനകളും നടന്നു. ഇനി ദുഃഖവെള്ളി. യേശു തന്റെ അപ്പോസ്തലന്മാരുമൊത്ത് അവസാനമായി കഴിച്ച അത്താഴത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ആചാരം. വിശുദ്ധ ആഴ്ചയിലെ വിശുദ്ധ ബുധനു ശേഷവും ദുഃഖവെള്ളിക്ക് മുൻപായി 5-ാം ദിവസമാണ് പെസഹ വ്യാഴം. പെസഹ വ്യാഴത്തിലെ അവസാന അത്താഴ കുർബാനയോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു. പാണ്ടിത്തിട്ട ക്രിസ്തുരാജ് ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനകൾക്ക് പുനലൂർ രൂപത അഡീഷണൽ വികാരി ജനറലും ഇടവക വികാരിയുമായ ഫാദർ വിൻസെന്റ് എസ് ഡിക്രൂസ് നേതൃത്വം നൽകി. മനസ്സിലായോ? ഞാൻ ഈ ചെയ്തത് നിങ്ങളെ മാതൃകയായി സ്വീകരിക്കുക. നിങ്ങളുടെ വാക്കുകളുടെ പ്രവൃത്തികളുടെ ചിന്തകളിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഒരു പാരമ്പര്യ പശ്ചാത്തലത്തിൽ അന്ന് നാം ഒരു ആചാരത്തെ എടുത്തുകൊണ്ട് തന്നെ ലോകത്തിന് മുഴുവൻ ഭവ്യമായ കൂടിയൊരു മാതൃക സ്നേഹത്തിന്റെ കൽപ്പനയാണ്. യേശു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന്റെ പ്രതീകമായി ദേവാലയങ്ങളിലും കാൽ കഴുകൽ ശുശ്രൂഷകൾ നടത്തി. വെള്ളിയാഴ്ച കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. SSLC പരീക്ഷയിൽ അഞ്ചൽ വെസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം. 96.2% വിജയമാണ് സ്കൂൾ ഇത്തവണ നേടിയത്. 487 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വെസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 468 വിദ്യാർത്ഥികളും വിജയിച്ചു. 28 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിനും A+ ഉണ്ട്. 18 വിദ്യാർത്ഥികൾ 9 വീതം വിഷയങ്ങൾക്ക് A+ നേടിയപ്പോൾ 23 വിദ്യാർത്ഥികൾ 8 വിഷയത്തിന് A+ നേടിയെന്ന പ്രഥമാധ്യാപകന്റെ ചുമതലയുള്ള അധ്യാപകൻ സുരേഷ് ലൈവ് വാർത്തയോട് പറഞ്ഞു. വിജയ ശതമാനം നമ്മൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പരീക്ഷ അടുക്കാറായ സമയങ്ങളിൽ ഏതാണ്ട് 2 മാസത്തോളം കാലം ഞങ്ങൾ പ്രാദേശികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പ്രാദേശികമായിട്ട് വക്കമുക്കിലും കനിയഞ്ചേരിയിലും പിന്നെ പാലമുക്കിലും പ്രധാനമായിട്ടും അവിടെ കേന്ദ്രീകരിച്ചാണ് ക്ലാസ്സുകൾ നമ്മൾ സങ്കല്പിച്ചത്. പിന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത മുഴുവൻ കുട്ടികളിൽ ഒരേ ഒരു കുട്ടി മാത്രം സോഷ്യൽ സയൻസിൽ പരാജയപ്പെട്ടത് മൂലം 100% കഴിഞ്ഞ വർഷം 95.6% വിജയനേട്ടം. ഇത്തവണ ഇത് 96.2% ഉയർത്താനായി. പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും മികച്ച വിജയത്തിനായി പ്രവർത്തിച്ച അധ്യാപകർക്കും സ്കൂൾ മാനേജ്മെന്റ് സമിതിയും PTA-യും അഭിനന്ദനം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജില്ലയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കി. 2 ഡയാലിസിസ് യൂണിറ്റ് വാങ്ങുവാനുള്ള തുക UAE-യിലെ പുനലൂർ നിവാസികളുടെ സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കി. വരുന്ന മെയ് മാസം മുതലാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ജില്ലയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുക. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിച്ചു വരികയാണ്. 2 ഡയാലിസിസ് യൂണിറ്റ് വാങ്ങാനുള്ള 11,30,000 രൂപ പുനലൂർ നിവാസികളുടെ UAE-യിലെ കൂട്ടായ്മയായ UAE സൌഹൃദവേദി സംഭാവനയായി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പുനലൂർ സൌഹൃദവേദി പ്രസിഡന്റ് സന്തോഷ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. ഷാഹിർഷയ്ക്ക് ചെക്ക് കൈമാറി. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 11.25 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ടാണ്, ഒരു വലിയ എമൗണ്ടാണ്. എന്നാൽ ഫ്രണ്ട്സ് ഫോറത്തിന് ബാക്കിയുള്ളവരുടെ സഹകരണത്തോടു കൂടി ഇനി ഒരു 2 മെഷീനും കൂടെ തരിക എന്ന് പറയുന്നത് അവർ വിചാരിച്ചാൽ കഴിയുന്ന കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് സന്തോഷിൻ്റെ അടുത്ത് എൻ്റെ റിക്വസ്റ്റ് വീണ്ടും നടത്തുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് പരിശീലനം കിട്ടിയ അവർ സജ്ജരാണ്. പിന്നെ നമ്മുടെ സ്ഥലം, ഇത് മെഷീൻ ഫിറ്റ് ചെയ്യുന്നതിനുള്ള സ്ഥലം സജ്ജമാണ്. അവിടെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള മെഷീൻ എത്തിയില്ലെങ്കിലും അതോടനെ എത്തും, അല്ലെങ്കിൽ എത്തിക്കും. അതോടൊപ്പം തന്നെ അവർ വാട്ടർ പ്യൂരിഫയറും ഒക്കെ അതെല്ലാം തന്നു കഴിഞ്ഞു. അത് തന്നെ ലക്ഷങ്ങൾ ഒക്കെ ചെലവഴിച്ചു ആണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഒരു മുൻകൈ ഇതിനകത്ത് പ്രത്യേകമായി ശ്ലാഘിക്കപ്പെടേണ്ടതുണ്ട്. അവിടെ ആ കെട്ടിടം അതിന് തക്കവണ്ണം സജ്ജീകരിച്ച് അല്ലേ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി. അപ്പോൾ ആ നിലയിലുള്ള പ്രാരംഭമായി ചെയ്യേണ്ട എല്ലാം ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് ആ സന്ദർഭത്തിന് അനുസരിച്ച് തന്നെ ഉയർന്ന് പുനലൂർ ഫ്രണ്ട്സ് ഫോറം എന്ന് പറയുന്ന ഈ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന, പ്രധാനമായും ഷാർജ് കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന നമ്മുടെ പുനലൂരും പരിസര പ്രദേശത്ത് ഉള്ള ആളുകളുടെ ഒരു സംഘടനയാണ്. ആ സംഘടന നേരത്തെ പല സംഭാവനപരമായിട്ടുള്ള അല്ലെങ്കിൽ ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രമല്ല വെളിയിലും രോഗികൾക്ക് ചികിത്സാ ധനസഹായവും മറ്റും കൊടുത്തതിലും എല്ലാം ഞാൻ ഭാഗവക്കാകാൻ കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭാ ഉപാധ്യക്ഷൻ എസ് ബിജു, മുൻ ചെയർമാൻ എം എ രാജഗോപാൽ, UDF കൺവീനർ കരിക്കത്തിൽ പ്രസേനൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ, വാർഡ് കൌൺസിലർ വത്സ ജെ പി ജോൺ, ആശുപത്രി മാനേജ്മെന്റ് സമിതി അംഗങ്ങളായ ജൊബൈ പെരേര, സുരേഷ് കുമാർ ബാബു, ഷാജി ജാജി, റോസ് ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം 75 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കുന്നത്. ഇതിനായി ആശുപത്രി മാനേജ്മെന്റ് സമിതി 50 ലക്ഷവും നഗരസഭയുടെ 12 ലക്ഷവും വിനിയോഗിക്കും. 2 ഡയാലിസിസ് മെഷീനുകളുടെ പ്രവർത്തനം മെയ് ആദ്യവാരത്തിൽ തുടങ്ങാനാണ് തീരുമാനം. ഇതിന്റെ സംവിധാനം ഒരുക്കൽ പുരോഗമിച്ചു വരികയാണ്. ആദ്യഘട്ടം 4 മെഷീനുകളാകും പ്രവർത്തിപ്പിക്കുക. തുടർന്ന് ജൂൺ ജൂലൈ മാസങ്ങളിലായി 10 യൂണിറ്റുകൾ സജ്ജമാക്കും. ഇതോടെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റാകും താലൂക്ക് ആശുപത്രിക്ക് സ്വന്തമാവുക. ഈ മാസം തന്നെ ട്രയൽ റൺ നടത്താൻ കഴിയുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഡയാലിസിസിന് വേണ്ടുന്ന റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് ഇതിനകം സജ്ജമായിട്ടുണ്ട്. ശീതീകരണമടക്കമുള്ള ജോലികൾ പൂർത്തീകരിച്ച് മെയ് ആദ്യവാരത്തിൽ തന്നെ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സംവിധാനം പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ നിന്നും വാവ സുരേഷ് മണിക്കൂറുകൾക്കിടെ പിടികൂടിയത് 2 പാമ്പുകളെ. 10 വയസ്സുകാരി അണലിയും 2 വയസ്സുകാരൻ മൂർഖനുമാണ് വാവയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. വാവയുടെ പ്രകടനം കാണാൻ രണ്ടിടത്തും ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. പത്തി എടുക്കണ്ട, എന്തിനാ പത്തി അവന്റെ പണി 20 പണിയായിരിക്കല്ലോ. എന്തിനാ പത്തി എടുക്കണ്ട, ബാക്കിൽ നീ എന്നെ ചാടി കടിക്കാൻ പേരും കൂടെ പറഞ്ഞു. ചിലപ്പോൾ 3 മണിക്കുണ്ട് അവർ കുത്തിക്കൊല്ലാൻ മണ്ണെണ്ണയെ കുറിച്ച് കിട്ടാത്തതുകൊണ്ടാണ് അവരെന്നെ പറ്റണ്ട. അത് പറ്റിയില്ലെങ്കിൽ ഇതിന്റെ പണിയുണ്ടല്ലോ, 28-29 പണി. അലയമൺ ചരിവിള പുത്തൻ വീട്ടിൽ ഓമനക്കുട്ടന്റെ വീട്ടിനുള്ളിൽ നിന്നാണ് 2 വയസ്സ് പ്രായമുള്ള മൂർഖനെ വാവ വലയിലാക്കിയത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കോമളം തെക്കേവിള വീട്ടിൽ ആർ സജീവിന്റെ വീട്ടുവളപ്പിൽ നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ 10 വയസ്സ് പ്രായമുള്ള അണലിയെയും വാവ വലയിലാക്കി. ഇതൊരു 10 വയസ്സോളം പ്രായം വരുന്ന ഒരു ഫീമെയിൽ അണലിയാണ്. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാജവൻപാല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അളവിൽ വനം ഇഞ്ചക്ട് ചെയ്യുന്നത് അണലിയാണ്. പക്ഷേ പൊതുവിൽ നമ്മുടെ നിങ്ങൾ മലയോര പ്രദേശമായതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഗ്രാമങ്ങളായതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലേക്ക് കുറേയൊക്കെ പാമ്പുകളെ കുറിച്ച് ഒരുപാട് കഥകൾ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല പാമ്പുകൾ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവയാണ്. അത് മാത്രം നാട്ടിൽ നിന്നും പിടികൂടിയ പാമ്പുകളെ വനപാലകർക്ക് കൈമാറി കാട്ടിൽ തുറന്നുവിട്ടു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കൊട്ടാരക്കര റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റോഡിന്റെ വശങ്ങൾ തകർന്ന് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകട ഭീഷണി. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ 20 അടിയോളം താഴ്ചയിൽ പതിക്കാനും സാധ്യതയുണ്ട്. ജലവിതരണ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി എടുത്ത കുഴികൾ നന്നായി നികത്താത്തത് കാരണം റോഡിന്റെ വശങ്ങൾ ഇളകി മാറിയാണ് വാഹനങ്ങൾക്ക് അപകട ഭീഷണി നിലനിൽക്കുന്നത്. റോഡിന്റെ വശം ചേർന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നുണ്ട്. ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. നിരവധി ബൈക്കുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടെങ്കിലും തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. റോഡിൽ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ 20 അടിയോളം താഴ്ചയുള്ള റെയിൽവേ പാളത്തിലായിരിക്കും പതിക്കുക. രാത്രിയിലെത്തുന്ന വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകുന്നതിനിടയിലാണ് അപകടം സംഭവിക്കുക.
നിരവധി തവണ നാട്ടുകാർ വിവരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അപകടാവസ്ഥ പരിഹരിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പാരിപ്പള്ളി മടത്തറ റോഡിൽ അപകട സാധ്യത വർദ്ധിച്ചു. നിർമ്മാണം പൂർത്തിയായി നാളുകൾ പിന്നിടുമ്പോഴും റോഡിൽ ആവശ്യത്തിന് ഹമ്പുകളോ സൂചനാ ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. പാതയിൽ നിലമേൽ മുതൽ മടത്തറ വരെ നിരവധി വളവുകളാണുള്ളത്. ഈ ഭാഗങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ചിങ്ങേലി, ചിതറ എന്നിവിടങ്ങളിൽ മാത്രമാണ് വേഗത നിയന്ത്രിക്കാനുള്ള ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഹമ്പുകളുടെ അപര്യാപ്തത മൂലം ടിപ്പർ ലോറികളും സ്വകാര്യ ബസ്സുകളും അമിത വേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത്. പ്രധാന ജംഗ്ഷനുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് കൊടിയ വളവുകളിലാണ്. ഇവിടെ ഹമ്പുകളില്ലാത്തത് കാരണം വാഹനങ്ങൾ അമിത വേഗതയിലാണ് ചീറിപ്പായുന്നത്. ഇത് കാൽനടയാത്രികർക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളുണ്ടായിട്ടും അധികൃതർ സൂചനാ ബോർഡുകളോ ഹമ്പുകളോ സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. MC റോഡിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചിട്ടും കാട് കയറിയ സൂചനാ ബോർഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും വ്യക്തമാക്കാൻ നടപടിയായിട്ടില്ല. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. MC റോഡിൽ കൊട്ടാരക്കര മുതൽ കരിക്കം വരെയുള്ള ഭാഗത്തെ സൂചനാ ബോർഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും പൂർണ്ണമായും കാടുകയറി വാഹനമോടിക്കുന്നവർക്ക് കാണാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ്. റോഡ് സുരക്ഷാ നിയമങ്ങളും വാഹന നിയമങ്ങളും കർശനമാക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. വാഹനവും റോഡും ഉപയോഗിക്കുന്നവർക്ക് നിയമം കർശനമാക്കുന്ന ഈ സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവാദിത്തം മറക്കുകയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. സൂചനാ ബോർഡുകൾ കണ്ണിൽപ്പെടാതെ എത്തുന്ന വാഹനയാത്രികരെ തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്നതും പതിവ് കാഴ്ചയാണ്. MC റോഡിലെ കൊടും വളവുകളിലുണ്ടാകുന്ന അപകടങ്ങളുടെ 90% മുന്നറിയിപ്പ് ബോർഡുകളും സൂചനാ ബോർഡുകളും അവ്യക്തമായതുകൊണ്ടാണെന്ന് വിലയിരുത്തലുണ്ട്. ഡ്രൈവർമാർക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസുകളും റോഡ് സുരക്ഷാ മാർഗങ്ങളും മാസം തോറും മോട്ടോർ വാഹന വകുപ്പ് നടത്തിവരുന്നുണ്ട്. എന്നാലും അപകടങ്ങൾക്ക് കുറവില്ല. കരിക്കം ജംഗ്ഷനിൽ 4 മാസങ്ങൾക്ക് മുൻപ് 3 വാഹനാപകടങ്ങളാണ് ഒരു ദിവസം തന്നെ ഉണ്ടായത്. തീർത്ഥാടകർ സഞ്ചരിച്ച സ്കോർപിയോ പോസ്റ്റിലിടിച്ച് തകർന്നതും ഡോക്ടറുടെ സ്കോർപിയോ മണ്ണ് കയറ്റി വന്ന ടിപ്പറിലിടിച്ചതും ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ 20 അടി താഴ്ചയിലേക്ക് പതിച്ചതും കരിക്കം ജംഗ്ഷനിലാണ്. അന്ന് അപകടസ്ഥലം സന്ദർശിച്ചവർ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് വിലയിരുത്തിയിരുന്നു. സൂചനാ ബോർഡുകൾ തകർത്തുകൊണ്ടാണ് ഇന്നോവ കാർ താഴ്ചയിലേക്ക് പതിച്ചത്. സൂചനാ ബോർഡുകളുടെയും മുന്നറിയിപ്പ് ബോർഡുകളുടെയും പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് അധികൃതർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും വ്യാപക ആക്ഷേപമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറ തച്ചൂർ അപ്പൂപ്പൻകുന്ന് ശിവക്ഷേത്രത്തിലെ അനിഴമുത്സവവും പ്രതിഷ്ഠാ വാർഷികവും 18-ന് നടക്കും. 18-ന് രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും. തുടർന്ന് 10 മണിക്ക് പൊങ്കാല സമർപ്പണം. ചിതറയിലെ മോട്ടോർ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സിന്റെ വക അന്നദാനവും നടക്കും. വൈകിട്ട് 4 മണിക്ക് താലപ്പൊലി എഴുന്നള്ളത്ത്, ചെണ്ടമേളം, ശിങ്കാനിമേളം തുടങ്ങി വിവിധ കലാരൂപങ്ങൾ ഘോഷയാത്രയെ അനുഗമിക്കും. ചിതറ ശ്രീകൃഷ്ണൻ കോവിലിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ചിതറ ലക്ഷം വീട്, കല്ലുവെട്ടാൻകുഴി എന്നീ പ്രദേശങ്ങൾ ചുറ്റി ക്ഷേത്രത്തിൽ സമാപിക്കും. വൈകിട്ട് നടക്കുന്ന പ്രതിഷ്ഠാ വാർഷികം പ്രശസ്ത സീരിയൽ സിനിമാ താരം സംഗീത മോഹൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിവറേജസ് കോർപ്പറേഷന്റെ ആയൂരിലെ ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയവരും ജീവനക്കാരും ഏറ്റുമുട്ടി. 3 ജീവനക്കാർക്ക് പരിക്ക്. ബിയർ കുപ്പി കൊണ്ട് കഴുത്തിന് കുത്തേറ്റ ജീവനക്കാരൻ ഗുരുതരാവസ്ഥയിൽ. കൊട്ടാരക്കരയിൽ CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ RSSുകാർക്കെതിരായ പോലീസ് നടപടി ദുർബലമെന്ന CPM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ. RSSന്റെ ആക്രമണം ആസൂത്രിതമെന്നും കെ രാജഗോപാൽ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ ലോകം പെസഹ ആചരിച്ചു. സ്കൂട്ടറിൽ ലോറി ഇടിച്ച് അഞ്ചൽ വട്ടമൺ സ്വദേശി കൊല്ലപ്പെട്ടു. ഇടിച്ചിട്ട ലോറി നിർത്താതെ പോയി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.